വേടനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താ അറിയോ, വേടൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്ന ആളെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലാതെ വേടൻ്റെ കഴിവിനെ അംഗീകരിക്കാൻ പറ്റാത്ത ആളെന്നല്ല. അവൻ്റെ കഴിവ് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കായിരുന്നെങ്കിൽ അവനെ പൂവിട്ട് പൂജിച്ചേനെ. ഒന്നുമല്ല, ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. അവൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം അവൻ മരിച്ചു പോയതാട്ടെ. എനിക്കിതിന് മുമ്പേ വീഡിയോ ചെയ്യുമ്പോൾ വേടൻ്റെ അമ്മ മരിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറേയൊക്കെ വാക്കുകൾ എന്താ പറയുക കുറച്ച് പറഞ്ഞേനെ. അമ്മ മരിച്ചു എന്നുള്ളത് ആ ഒരു സ്ത്രീ ഏതൊരു പ്രോഗ്രാമിൽ കൊണ്ടുപോയിട്ട് അവന് അമ്മയുടെ ചിത്രം നൽകുമ്പോഴാണ് അമ്മ മരിച്ചതാണ്, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചതാണെന്ന് ഞാൻ അറിയുന്നത്. അമ്മയ്ക്ക് എന്താ പറയുക, അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ആ ഒരു തെറ്റ് ഞാൻ തിരുത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിനോട് അമ്മയോട് മാപ്പ് പറയുകയാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു അമ്മ മരിച്ചു പോയ കാര്യം, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വേടൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ബാധിക്കും. വേടൻ ശരിക്കും പറയേണ്ടത് ആ അമ്മയെ, അതായത് ശ്രീലങ്കയിൽ നിന്നും ഓടിച്ചു വിട്ട അമ്മ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞുള്ളത്. അതായത് ആ അമ്മയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാണ്ട് ഓടി ഇങ്ങോട്ട് വന്നതാണ്. മനസ്സിലായില്ല, അതിൻ്റെ നല്ല കാലത്ത് ഓടി വന്നതാണ്. ആ ഓടി വന്നപ്പോൾ ഈ തമിഴ്നാട്ടിൽ, അതായത് ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടാണ് അവർ ചേക്കേറിയത്. അവിടെ അവരെ നല്ല രീതിയിൽ നോക്കി. തൃശ്ശൂരുള്ള അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ തൃശ്ശൂരുള്ള അദ്ദേഹം ആ സ്ത്രീയെ കാണുന്നു, കല്യാണം കഴിക്കുന്നു, വേടനെ പോലെ കുട്ടികളുണ്ടാവുന്നു. ശരിക്കും അവർ അനുഭവിച്ചത് ശ്രീലങ്കയിൽ നിന്നാണ്. അപ്പോൾ ശ്രീലങ്കയെക്കുറിച്ച് പാടേണ്ടവൻ, അല്ലെങ്കിൽ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം എൻ്റെ അമ്മയോട് ചെയ്ത ചതിയെക്കുറിച്ച് പാടേണ്ട ആൾ ഈ കേരളത്തിലെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിൽ ജാതി പറഞ്ഞുകൊണ്ട് എന്തിനാണ് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യവും, അല്ലെങ്കിൽ അവനെ എതിർക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. അല്ലാതെ വേടൻ എനിക്ക് കടം തരാനോ അല്ലെങ്കിൽ വേടൻ എന്നെ ഉപദ്രവിച്ചാനോ ഒന്നുമല്ല. ഈ സമൂഹത്തിലൊരു ദ്രോഹമായി മാറുന്നുണ്ടോ അവൻ്റെ റാപ്പ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലൂടെ ഒരു ജാതി സ്പിരിറ്റ് കയറ്റിക്കൊണ്ട് ഒരു വിഘടനവാദം നടക്കുന്ന രീതിയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അല്ലാണ്ട് വേടനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വേടൻ നാളെ ഈ റാപ്പ് തന്നെ ഈ നാടിൻ്റെ സഹോദരത്വത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ സപ്പോർട്ട് ചെയ്യും, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ ഇന്ന് വേടൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ കൃഷ്ണകുമാറിൻ്റെ ആ സ്ഥാപനത്തിലെ മോഷണം നടന്നപ്പോൾ ആ സ്ത്രീകൾ ഉപയോഗിച്ച്. നിങ്ങൾ കണ്ടോ, ജാതി, അതായത് താഴ്ന്ന ജാതി എന്ന് പറയുമ്പോൾ കേരള സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ട്രെൻഡായി നിൽക്കുന്ന സമയത്ത് ജാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. അത് ഒരു തെറ്റിനെ മറയ്ക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് വക്കീൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാരണം ജാതി ഇന്ന് ട്രെൻഡായി കൊണ്ട് നിൽക്കുകയാണല്ലോ, വേടനെ പോലെ ഒരാൾ ട്രെൻഡാക്കി എടുത്തല്ലോ. അപ്പോൾ ആ ജാതി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ആ വ്യക്തികൾക്ക് അതൊരു വലിയ എന്താ പറയുക, ഒരു സേഫ് സോണിലോട്ട് മാറ്റി കൊടുക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായിട്ട് മാറും. അത് വക്കീലിന് അറിയുന്നത് കൊണ്ടാണ് വക്കീൽ അവരെ നൈസായിട്ട് ജാതിക്കളി കളിപ്പിച്ചത്. ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയും. ഇത് വേടനായാലും ശരി, വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പട്ടികജാതി വർഗ്ഗക്കാർക്ക് വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊന്നുമില്ല. അവർ പണ്ടേ ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. അവർ എല്ല് മുറിയെ പണിയെടുത്ത് പല്ലുമുറിയെ തിന്നുന്ന ആളുകളാണ്. പക്ഷെ അവരാരും ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഭയങ്കര മടി കാണിക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് അവർക്കില്ല, എടുത്തുവെപ്പുകളില്ല എന്നുള്ള, അതായത് വലിയൊരു സമ്പാദ്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിലോട്ട് അവർ പോയിട്ടില്ല. അവർ പണിയെടുക്കുന്നു, മാന്യമായിട്ട് എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നു, അവരവരുടെ ജീവിതം സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെയാണ് എനിക്ക് കണ്ടിടത്തോളം മനസ്സിലാക്കാൻ പറ്റുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ജാതിക്കാർ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഓണർ ഒരു ചീത്ത പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തില്ലേ, നീ എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട, നീ ആ പേര് നീ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറയുന്നിടത്ത് അത് ആ ഒരു വിശ്വസിച്ചേൽപ്പിച്ച സ്ഥാപനം, വിശ്വസിച്ചേൽപ്പിച്ച കൈകൾ എന്നെ ചതിച്ചു, ആ ചതിച്ച ആളുകൾ എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട എന്ന് പറയുന്നൊരു വികാരമാണ് അവിടെ. അതിനെ ഒരു ജാതീയപരമായിട്ട് മാറ്റിക്കൊണ്ട് തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന വേടൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരൊറ്റ ഇമ്പാക്റ്റ് കാരണമാണ്. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഉണ്ടായിട്ടുള്ള മനോവേദന, അതായത് എൻ്റെ മുതൽ കക്കുകയും ചെയ്തു, അത് എടുക്കുകയും ചെയ്തു, അതിനുശേഷം അത് ജാതിക്കാട് ഇറക്കിക്കൊണ്ട് ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു 2 ചീത്തയ്ക്ക് എനിക്ക് ചീത്ത പറയാൻ അവകാശമില്ല എന്നുള്ള തരത്തിലോട്ട് ഇവർ മാറ്റുന്നു, അത് ജാതി പറഞ്ഞ് മാറ്റുന്നു. അങ്ങനെ ഒരു മെസ്സേജാണ് ഈ പറയുന്ന ദിയ എന്ന് പറയുന്ന കുട്ടി ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ബിസിനസ്മാൻമാരെല്ലാം ചിന്തിക്കുക എന്താണ്, ഇപ്പം ഞാനായിക്കോട്ടെ, അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓൾറെഡി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടിക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങൾ, ഡ്രൈവറുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ട് ടയർ പൊട്ടിക്കുന്ന പരിപാടി. അപ്പോൾ ഒരു കൂർത്ത കല്ല് അവിടെ കാണുമ്പോൾ ആ കല്ലിലൂടെ ഞാൻ കയറ്റി പോകുമ്പോൾ ടയർ പൊട്ടി. എനിക്ക് ആ കല്ല് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി ഇങ്ങോട്ട് മാറ്റിയെടുത്ത് പോവാം, അല്ലെങ്കിൽ ആ കല്ല് മാറ്റിയിട്ടിട്ട് പോവാം. ഇത് രണ്ടും ചെയ്യാതെ ഞാൻ അതിൻ്റെ മേലെ കൂടെ കയറ്റിപ്പോയി ടയർ പൊട്ടി. എൻ്റെ അശ്രദ്ധ കാരണം എൻ്റെ ഓണറായിട്ടുള്ള ഒരാൾ, നിർഭാഗ്യവശാൽ ആൾ ചിലപ്പോൾ ഒരു വലിയ സമൂഹത്തിലുണ്ടായിട്ടുള്ള ആളായിരിക്കാം ജാതി കൊണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ട് എന്നെ 2 ചീത്ത, എന്താണ്ടാ ഉണ്ണിയെ നീ കാണിച്ച്, നിനക്ക് ഈ കല്ല് കണ്ടതല്ലേ, നിൻ്റെ തലയിലെന്താ ബോധമല്ലേ, അതിലൂടെയാണോ ഈ സാധനം കയറ്റുന്നത്, 10-30,000 റുപ്യൻ്റെ പോയില്ലേ, നീ തരുവാ പൈസ എന്ന് ചോദിച്ച് എന്നെ 2 തെറി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 ചീത്ത വരുമ്പോൾ ഞാൻ സമൂഹത്തിനോട് എന്നെ അവൻ ജാതി പറഞ്ഞ് തെറി വിളിച്ചു, എന്നെ അവൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ
ആ മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരം എന്തായിരിക്കും നിങ്ങൾ പറ. എന്നെ ഈ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവൻ അടുത്തൊരു ഡ്രൈവർ ഉള്ളോട്ട് കയറ്റുമ്പോൾ അവൻ രണ്ടാമതൊന്ന് ചിന്തിക്കും, എന്ത്, ഞാൻ 2 ചീത്ത പറഞ്ഞാലും ജാതിക്കാട് ഇറക്കി തടി തപ്പാൻ പറ്റാത്തൊരുത്തം മതി എൻ്റെ വണ്ടിയിലോട്ട്. പോയിന്റ് കിട്ടിയ, അതായത് ഞാൻ 2 തെറി വിളിച്ചാലും, എൻ്റെ വണ്ടി അവൻ കൊണ്ടുപോയി എന്തെങ്കിലും തെമ്മാടത്തരം ചെയ്യുമ്പോൾ ഞാൻ 2 തെറി വിളിച്ചാലും ജാതിക്കാട് ഇറക്കിക്കൊണ്ട് ഈ തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റാത്തൊരുത്തം മതി ഡ്രൈവറായിട്ട് എന്നാണ് അവൻ ചിന്തിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെയാണ് വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കുക. പിന്നെ കാരണം എന്താണ്, അവർക്ക് ബിസിനസ്സാണ് വലുത്. ആ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർ ചീത്ത പറയും, സ്വാഭാവികമായിട്ട് ചീത്ത പറയും. ചീത്ത പറയാൻ അവകാശമില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ മുതലാണ്. അത് നശിപ്പിക്കുമ്പോൾ ചീത്ത പറയും. ആ സമയത്ത് ജാതി ഇറക്കിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുക എന്താണ്, ഞാൻ 2 ചീത്ത പറഞ്ഞാലും ജാതി വെച്ച് കളിക്കാൻ പറ്റാത്തൊരുത്തം മതി എന്നല്ലേ ചിന്തിക്കുക. അത് ഏത് സമൂഹത്തിനാണ് ഇവിടെ ബാധിക്കുക? നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ന് ഈ പറയുന്ന വല്ലാണ്ട് ഞങ്ങൾ തടയപ്പെട്ടു, ഞങ്ങളിവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു, ഞങ്ങൾക്ക് അതുണ്ടായി, ഞങ്ങൾക്ക് ഇങ്ങനെ മനോവേദന ഉണ്ടായി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരാരും വ്യക്തികളെ പറയുന്നില്ലല്ലോ. അതെന്താ കാര്യം? ഇന്ന ആള്, ഇന്ന കുടുംബത്തിൽ, ഇന്ന തറവാട്ടിൽ, ഇന്ന വ്യക്തി എൻ്റെ കുടുംബത്തെയും വളരെ വലിയ രീതിയിൽ ജാതീയപരമായിട്ട് കുറേ കാലം കഷ്ടപ്പെടുത്തി എന്ന് പറയാൻ ഇവരാരും തയ്യാറാവുന്നതാ? അങ്ങനെ ഒരാളില്ല, അങ്ങനെ ഒരാൾ വേണ്ടേ? പണ്ട് പറമ്പ് കയറി മാങ്ങ പറിക്കാൻ പോയി എൻ്റെ അനിയനെ ചീത്ത പറഞ്ഞു, ഓടിച്ചു വിട്ടു. ഇതൊക്കെയാണ് പറയണത്. ഇതൊക്കെ ഒരു ന്യായമാണ്? അവൻ വലിയ ജാതിക്കാരനായിരുന്നു, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരനായിരുന്നു, അതെൻ്റെ അനിയന് ഭയങ്കരമായിട്ടുള്ള മാനസിക വേദന ഉണ്ടാക്കി. ഇതൊക്കെയാണ് വേടൻ അനുഭവിച്ച തീച്ചൂളകൾ. അപ്പോൾ വേടൻ ഉണ്ടാക്കിയ ട്രെൻഡ് അവന് ജീവിക്കാൻ വേണ്ടി, അവന് സുഖകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവൻ ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് മുന്തിയ മദ്യങ്ങളൊക്കെ കുടിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അവൻ ഇവിടെ ഇറക്കി വിട്ടിട്ടില്ല ഈ ഒരു ഭൂതം, ഈ ജാതി ഭൂതം. അതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് പട്ടിണിക്കാർ പൂർണ്ണ പട്ടിണിയിലോട്ട് പോകും. കാരണം ആളുകൾ ജോലിക്ക് വയ്ക്കാൻ മടിക്കും. നാളെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഞാൻ പോകും, അതുകൊണ്ട് ആ പണി വേണ്ട എന്ന് ചിന്തിക്കും. ഇന്ന് ഈ സമൂഹത്തിൽ ഈ പറയുന്നവർ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വലിയ വലിയ കമ്പനികളുണ്ട്, തൊഴിലിടങ്ങളുണ്ട്, അവിടെയെല്ലാം ജാതി നോക്കാതെയല്ലേ ആളുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ ജാതി നോക്കിയിട്ടാണോ ജോലി കൊടുക്കുന്നത്? അല്ല, അങ്ങനെ പറയണ്ട. അങ്ങനെയല്ല, പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ സമൂഹം. എല്ലാവർക്കും ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കും, പണ്ട് പട്ടികജാതി ഒരു 30 വർഷം 40 വർഷം പുറകിലോട്ട് പോക്കോ. അപ്പോൾ ഞാനൊരു പറയാൻ 30 വർഷം എനിക്ക് ബോധം വെച്ച കാലം മുതൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ എങ്ങനെയായിരുന്നു എനിക്കറിയാം. അവിടെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഇന്ന് അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ മാറി, അവരൊക്കെ സ്വയം പര്യാപ്തപ്പെട്ടു പോയി. അവർക്ക് വീടുകളിൽ ബൈക്കുകളുണ്ട്. അന്നൊന്നും അങ്ങനെ കാണുപോലുമില്ല. അന്നൊക്കെ എത്രയോ ആളുകൾക്ക് ബൈക്കും കാര്യങ്ങളുണ്ടെങ്കിലും ഇവരെ വീട്ടിൽ വാഹനം പോലും ഓടിക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. കാരണം അവർക്കതിന് ഞാനൊരു വണ്ടി എടുത്താലേ എനിക്ക് വാഹനം ഓടിക്കേണ്ടതുള്ളൂ എന്നുള്ള ചിന്തയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരുടെ എല്ലാ വീടുകളിലും ബൈക്ക് പോലുള്ള വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, കറണ്ട് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വലിയ TV ഉണ്ട്. ആ സമൂഹമൊക്കെ മാറി. അതെങ്ങനെ മാറിയത്? പരസ്പര സഹകരണം കൊണ്ട് മാറിയതാണ്. അല്ലാതെ പട്ടികജാതിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാറിയതല്ല. അത് ഇവിടെയുള്ള എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും പരസ്പരം കൈകോർത്തുകൊണ്ടും പരസ്പരം അവർ മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലമാണത്. അല്ലാതെ സർക്കാർ കൊണ്ട് കൊടുത്താണ് ഇതൊക്കെ? അല്ല. ഇവിടുത്തെ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകളാണോ? അല്ല. അപ്പോൾ എവിടെയാണ് ജാതി? ഇന്നത്തെ സമൂഹം ഇത്രത്തോളം മാറണമെങ്കിൽ, ഇത്രത്തോളം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ പരസ്പര സഹകരണം ഉണ്ടായതുകൊണ്ടല്ലേ. അതെന്തുകൊണ്ട് മറക്കണം? അപ്പോൾ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ വരുന്ന ആളുകളെ നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തിയേ പറ്റൂ. ഇല്ല എങ്കിൽ അത് ഭയങ്കര പ്രശ്നമാവും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറയണത്. ഇതിനെ എന്നെ തെറി വിളിച്ചത് കൊണ്ടോ വേടൻ്റെ സപ്പോർട്ടർമാരാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് തലകുത്തി മറിഞ്ഞുകൊണ്ട് ഒന്നും കാര്യമില്ല. ഉള്ള കാര്യം പറയണം. ഈ നാടിന് എന്താ പറയുക, ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. പരസ്പരം നമ്മളെല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ. എല്ലാവരും അവനേതായിട്ടുള്ള രീതിയിലോട്ട് വളർന്നു കഴിഞ്ഞു. അതൊക്കെ പരസ്പര ബഹുമാനം, പരസ്പര സഹകരണം ഉള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു നാട് ചെയ്ത തെറ്റിന് എനിക്ക് അങ്ങനെ പ്രശ്നം എന്നാൽ ഇവർ പറയട്ടെ, ഇന്ന ആളാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കി. ഇവർ പറയണില്ലാന്നേ. അവൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ കുറേ അനുഭവിച്ചിട്ടുണ്ട് പറയാമെന്നല്ലാതെ ഇത് ആരനുഭവിപ്പിച്ചു എന്നിവർ പറയുന്നില്ല. കാരണം അങ്ങനെ സംഗതി ഇല്ല. അങ്ങനെ സംഗതി ഉണ്ട് ഇവർ പറയില്ലേ, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആള്, ഇന്ന തറവാട്ടിലെ ആള്, ഇന്ന ജാതിപ്പെട്ട ആള്, ഇതാ ഇന്ന ആളെ പേരിന്ന ആള്, ഇന്ന ആൾ ഇന്നമാര് ചെയ്തു, എൻ്റെ കുടുംബത്തിന് അങ്ങനെ. എന്തുകൊണ്ട് പറയണില്ല? അങ്ങനെ ഒരു കഥാപാത്രമില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 വ്യക്തികളാണ്. അത് അവന്മാരുടെ കുത്തിക്കഴപ്പാണ്. മനസ്സിലായില്ല? ജന്മ ഗുണമാണ്. അതങ്ങനെ വിട്ടോളണം.
എന്ന് കരുതി മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെയാണോ? നിങ്ങളുടെ സമൂഹത്തിനെ തടഞ്ഞു വെച്ച ആളുകളാണോ? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്?